ഫ്രണ്ട്സ്, ഈ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പലരുടെയും പ്രാർത്ഥനകൾ അങ്ങോട്ട് ഫലിക്കാറുമില്ല. ഇനിയും ഫലിച്ചാൽ തന്നെ അത് വളരെ കാലതാമസം നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ടോ, ഈ പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, പ്രാർത്ഥനകൾ കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരാതികളുടേതായിട്ടുള്ള കെട്ടുകളാണ് ദൈവത്തിന് മുമ്പിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് മുമ്പിൽ അഴിച്ചിടാറുള്ളത്. അതായത് ഈ പരാതികളും പരിഭവങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കതില്ലേ ഇതില്ലേ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പേരൻസ് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ വാങ്ങിത്തരും. എന്നാൽ പലപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പേരൻസിന് മുമ്പിൽ ആവലാതിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ പേരൻസിൻ്റെ ഉള്ളിലുള്ള ഫീൽ എന്തായിരിക്കും? ഇവനത് എന്തെല്ലാം ഞാൻ കൊടുത്തിട്ടും ഇവനെപ്പോഴും ഈ ആവലാതിയും വേവലാതിയും മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നെഗറ്റീവായിട്ടുള്ളൊരു ഫീലാണ് അവിടെ സംഭവിക്കുന്നത്. പകരം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നന്ദി അർപ്പിക്കുവാനുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നന്ദി അർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ നന്മകൾ ഓർത്ത് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് ഓർത്ത് ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിക്കുക. ശേഷം നമ്മുടെ പ്രശ്നത്തെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തെ അവിടെ അവതരിപ്പിക്കുക. അതും നമുക്കത് പരിഹരിക്കപ്പെടുന്നതിന് അങ്ങേയറ്റം നന്ദി. അതുപോലെ തന്നെ ആഗ്രഹം എനിക്ക് സഫലമാക്കി കിട്ടുന്നതിന് അങ്ങേയറ്റം നന്ദി. ഇതുപോലെ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നന്ദിയോടുകൂടി നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്ദി അർപ്പിക്കുവാനുള്ള കൂടുതൽ അവസരങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളവർ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനനുസരിച്ച് അത് പരിഹരിക്കപ്പെട്ടതിനും അല്ലെങ്കിൽ സഫലമാകുന്നതിനും ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി എന്നൊന്ന് കുറിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.